ഹായ് എല്ലാ കൂട്ടരും പുതിയൊരു വീട്ടിലേക്ക് വീണ്ടും സ്വാഗതം. 14 വയസ്സുള്ള കുട്ടിക്ക് ഇന്ത്യയിൽ നിന്നും കുവൈറ്റിലേക്ക് വരാൻ പറ്റുമോ എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് സംശയമുണ്ടോ? ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഇന്ന് ഞാൻ ഇതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും വിശദമായി സംസാരിക്കാം. ഈ ഒരു ചോദ്യം പല വ്യൂവേഴ്സിൽ നിന്നും കൂടാതെ എൻ്റെ ഫ്രണ്ട്സും കഴിഞ്ഞ ദിവസം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് പോസിബിൾ ആണോ? റൂൾസ് എന്താണ്? സ്പെഷ്യൽ പെർമിഷൻ എന്തെങ്കിലും വേണോ? 5 വയസ്സിൽ താഴെ കുട്ടികളെ പേരൻസ് ഇല്ലാതെ കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ള എല്ലാ സംശയങ്ങളും ഞാൻ ഈ വീഡിയോ പറയുന്നുണ്ട്. നിങ്ങൾ എൻ്റെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് ആദ്യം മുതൽ അവസാനം വരെ കാണുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്താണ് ബെൽ ബട്ടണിൽ ഓൾ എന്ന ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഇതുപോലത്തെ ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം പറയാം. 14 വയസ്സിന് താഴെ കുട്ടിക്ക് അൺഅക്കോമ്പനൈഡ് മൈനർ എന്ന് പറഞ്ഞ സേവനം ഉപയോഗിച്ച് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റും. അൺഅക്കോമ്പനൈഡ് മൈനർ എന്ന് വെച്ചാൽ മാതാപിതാക്കളോ രക്ഷിതാക്കളോ ഇല്ലാതെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന കുട്ടികൾക്ക് എയർലൈൻസ് നൽകുന്ന ഒരു സൗകര്യപ്രദമായ സേവനമാണ്. 5 വയസ്സ് മുതൽ 14 വയസ്സ് വരെയാണ് ഈ സേവനം ലഭ്യമാവുന്നത്. ഓരോ എയർലൈൻസിനും പ്രത്യേകമായ നിയമങ്ങളും കൂടാതെ ഫീസുകളും ഉണ്ട്. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഒരു 14 വയസ്സുള്ള കുട്ടിയുടെ കാര്യമാണ്. ഈ പറയുന്ന നിയമങ്ങളെല്ലാം 5 തൊട്ട് 14 വയസ്സുള്ള കുട്ടികൾക്ക് ബാധകമാണ്. 5 വയസ്സിന് താഴെ കുട്ടികൾക്ക് ഇത് ബാധകമല്ല. യാത്രയ്ക്ക് വേണ്ട രേഖകൾ എന്തൊക്കെയാണെന്ന് പറയാം. ഒരു 14 വയസ്സിന് താഴെ കുട്ടികൾക്ക് വേണ്ട രേഖകളാണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് വേണ്ട പാസ്പോർട്ടാണ്. പാസ്പോർട്ടിന് മിനിമമായ 6 മാസത്തെ കാലാവധി ഉണ്ടായിരിക്കണം. രണ്ടാമതായിട്ടുള്ളതാണ് വിസയാണ്. കുവൈറ്റിലേക്ക് പ്രവേശിക്കാനുള്ള വിസ ഉണ്ടായിരിക്കണം. വിസിറ്റ് വിസ ആയിരിക്കാം, ഡിപ്പെൻഡിങ് വിസ ആയിരിക്കാം, കുവൈറ്റിലേക്ക് പ്രവേശിക്കുന്ന വിസ ഉണ്ടായിരിക്കണം. മൂന്നാമതുള്ളതാണ് അൺഅക്കോമ്പനൈഡ് മൈനർ എന്ന് പറഞ്ഞ ഫോം വേണം. ഈ ഫോം യാത്ര ചെയ്യുന്നതിന് മുന്നേ എയർലൈൻസിന്റെ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യണം. എന്നിട്ട് അത് പൂരിപ്പിച്ചിട്ട് എയർലൈൻസ് നൽകണം. ഇതിൽ കുട്ടി യാത്ര പുറപ്പെടുന്ന സ്ഥലത്ത് ആരാണ് കൊണ്ടുവിടുന്നത് അവരുടെ ഡീറ്റെയിലും, എത്തിച്ചേരുന്ന സ്ഥലത്ത് കുട്ടി ആരാണ് കൊണ്ടുപോകുന്നത് അവരുടെ ഫുൾ ഡീറ്റെയിലും വിവരങ്ങളും എല്ലാം ഈ ഫോമിൽ രേഖപ്പെടുത്തണം. നാലാമതായിട്ട് വേണ്ടതാണ് എമിഗ്രേഷൻ ക്ലിയറൻസ്. അതിനുവേണ്ടി മാതാപിതാക്കളുടെ NOC വേണം. കുട്ടിയുടെ യാത്രയ്ക്ക് മാതാപിതാക്കളുടെ സമ്മതം ഉണ്ടെന്ന് കാണിക്കുന്ന ഒരു രേഖയാണ്, അതായത് കൺസെന്റ് ഫോം. ഈ NOC എമിഗ്രേഷൻ ക്ലിയറൻസ് അത്യാവശ്യമാണ്. ഒരു കാര്യം ഒന്ന് പ്രധാനമായിട്ട് നോക്കുക, ഈ സമ്മതപത്രം നോട്ടറി ചെയ്ത് സാക്ഷ്യപ്പെടുത്തിയാണെങ്കിൽ കൂടുതൽ നല്ലത്. എയർലൈൻസിന് നടപടിക്രമങ്ങളെന്ന് പറയാം. ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ അൺഅക്കോമഡേറ്റഡ് മൈനർ സേവനം വേണമെന്ന് പറയുക. യാത്രാ ദിവസം കുട്ടിയെ കൊണ്ടുവരുന്ന ആൾ എയർലൈൻസിന്റെ കൗണ്ടറിൽ ചെല്ലുക. അവിടെ വെച്ച് എല്ലാ രേഖകളും പരിശോധിച്ചിട്ട് കുട്ടിയെ എയർലൈൻസിന്റെ സ്റ്റാഫിന്റെ കൈമാറും. ആ എയർലൈൻ സ്റ്റാഫ് കുട്ടിയുടെ എമിഗ്രേഷന്, സെക്യൂരിറ്റി ചെക്കിങ് എല്ലാം പൂർത്തിയാക്കി കൊടുക്കും. കുട്ടിയെ വിമാനത്തിൽ കയറ്റുന്നതും ഇറക്കുന്നതും എല്ലാം എയർലൈൻ സ്റ്റാഫിന്റെ ചുമതലയാണ്. കുവൈറ്റിലെത്തിയാൽ ആ എയർലൈൻ സ്റ്റാഫ് എമിഗ്രേഷൻ നടപടി എല്ലാം ക്ലിയർ ആക്കിയിട്ട് കുട്ടിയെ കൂട്ടാൻ വന്ന ആളുടെ കൈ കൊടുക്കുന്നതാണ്. ആ സമയത്ത് കുട്ടി ആരാണ് സ്വീകരിക്കാൻ വന്നത് അവരുടെ സിവിൽ ഐഡിയുടെ കോപ്പിയും കാര്യങ്ങളെല്ലാം കൊടുക്കേണ്ടി വരും. എല്ലാം പരിശോധിച്ച ശേഷം കുട്ടിയെ അവരെ ഏൽപ്പിക്കുന്നതാണ്. ചില പ്രധാന കാര്യങ്ങളെന്ന് പറയാം. ചില എയർലൈൻസുകൾ 14 വയസ്സുള്ള കുട്ടികൾക്ക് അൺഅക്കോമ്പനൈഡ് മൈനർ എന്ന സേവനം നിർബന്ധമാക്കിയിട്ടില്ല. എന്നിരുന്നാലും സുരക്ഷയ്ക്ക് വേണ്ടി ഈ സേവനം ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ എയർലൈൻസുമായിട്ട് എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കിയെടുക്കുക. എത്തിച്ചേരുന്ന വിമാനത്തിൽ കുട്ടിയെ സ്വീകരിക്കാൻ വരുന്ന ആളുടെ അഡ്രസ്സും ഫോൺ നമ്പറും സിവിൽ ഐഡിയും വിവരങ്ങൾ കൃത്യമായിട്ട് നൽകിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അവസാനമായിട്ട് പറഞ്ഞാൽ 14 വയസ്സുള്ള കുട്ടിക്ക് ഇന്ത്യയിൽ നിന്നും കുവൈറ്റിലേക്ക് അൺഅക്കോമ്പനൈഡ് മൈനർ എന്ന സേവനം ഉപയോഗിച്ച് ഈസി ആയിട്ട് കുവൈറ്റിലേക്ക് വരാൻ പറ്റും. പക്ഷേ അതിന് കൃത്യമായിട്ടുള്ള രേഖകളും മുൻകരുതലും അത്യാവശ്യമാണ്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഈ സേവനം ലഭ്യമല്ല. 5 വയസ്സിന് താഴെ കുട്ടികൾക്ക് യാത്ര ചെയ്യണമെങ്കിൽ പേരൻസ് മസ്റ്റായിട്ടും വേണം. ഒരു യാത്ര ബുക്ക് ചെയ്യുന്നതിന് മുൻപ് ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനത്ത് എത്താൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് സഹായമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ എന്തെങ്കിലും സജഷൻസോ കമൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ അറിയിച്ചാൽ ഞാൻ അപ്പോൾ തന്നെ റിപ്ലൈ തരുന്നതാണ്. കൂടാതെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഫാമിലിയിലേക്കും ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ടാണ്. ഓക്കെ, ബൈ.